ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെ ഓർഡർ ആക്കണം, എങ്ങനെയാണ് ഓർഡർ തരേണ്ടത്, പിന്നെ അതുപോലെ തന്നെ കുറേ സംശയങ്ങളുണ്ട്. ഇതെത്ര ബീഡ്സ് ഉണ്ടാവും, കുറേ സംശയങ്ങളാണ് എല്ലാവർക്കും. പല വെറൈറ്റി സംശയങ്ങളെന്ന് പറയാം. അപ്പോൾ ഓരോരുത്തർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഇതെത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളിത് എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടത് വെച്ചാൽ അത് എനിക്ക് ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്യുക. എനിക്ക് അതായത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പറയും. അത് നിങ്ങൾ ഓർഡർ തന്നാൽ എനിക്ക് പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റില്ല, കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്താൽ അവർക്ക് കിട്ടുമോ എന്നൊക്കെ അറിയണമല്ലോ, അങ്ങനെ. അപ്പോൾ നിങ്ങളെങ്ങനെ കൊടുക്കാറ്, മിക്സ് ആക്കിയിട്ട് കൊടുക്കുമോ, മിക്സ് ആക്കിയിട്ട് അതായത് 50 ഗ്രാം തന്നെ എടുക്കണോ, 25 ഗ്രാം തന്നെ എടുക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 50 ഗ്രാമും സ്റ്റാർട്ടിങ് 25 ഗ്രാമാണ് ഞാൻ പറയാറുള്ളത്, അല്ലെങ്കിൽ 50 ഗ്രാം മിക്സ് ആക്കിയിട്ട് 25 ഗ്രാം കൊടുക്കാറുണ്ട്, ഏത് ബീഡ്സ് ആണെങ്കിലും. അതുപോലെ ലെറ്റർ ബീഡാകുമ്പോൾ ഞാൻ പറയുന്നത് 50 ഗ്രാം എടുക്കാനാണ്, വേറൊന്നുമല്ല. എന്നാലാണ് നിങ്ങൾക്ക് അത് എല്ലാ ലെറ്റേഴ്സും അതിൽ കൂടുതൽ പീസ് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 25 ഗ്രാം എടുത്തിട്ട് നിങ്ങളതിൽ ചിലപ്പോൾ 3-4 പീസേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എണ്ണിയിട്ടല്ല തരുന്നത്, എനിക്കതിനൊന്നും ടൈമില്ല. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് പാക്കറ്റ് റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഏതൊക്കെയാണ് പാക്കറ്റ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയും. പിന്നെ ഞാനും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാറുണ്ട്, അതുപോലെ മിക്സ് ആക്കിയിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാറ്റലോഗിൽ പറയാറുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും പറയാറുണ്ട്. പിന്നെ എൻ്റെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. വാട്സപ്പിൽ ഓരോരുത്തരുണ്ട് ഹായ് എന്ന് വിട്ടു പോകും, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു മറുപടിയാണ്, അത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും. യെസ് പറഞ്ഞോളൂ, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരാം. അങ്ങനെ പറഞ്ഞ് എനിക്കിപ്പോൾ അത് കാണാപ്പാടായിട്ടുണ്ട്. അപ്പോൾ അത് കുറേവിധ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്താ ഇനി അതിന് നിൽക്കാണ്ട് നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസാണ് വേണ്ടത് വെച്ചാൽ അത് പറയാം. അല്ലെങ്കിൽ കാറ്റലോഗ് ലിങ്ക് വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ പറയാം, ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ എൻ്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താമസിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ റീസെല്ലേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബൾക്കായിട്ടാണ് സാധനം കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും, കാരണം എൻ്റെ അടുത്ത് സ്റ്റോക്ക് എപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ മുൻകൂട്ടി അവരെന്നോട് പറയണം, എനിക്ക് എന്നാ എത്താമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നതാണ് ഞാൻ എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല, പല സ്ഥലത്തു നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കാറുണ്ട്, എറണാകുളത്ത് നിന്ന് എടുക്കാറുണ്ട്, പിന്നെ അതുപോലെ കോഴിക്കോട് നിന്ന് എടുക്കാറുണ്ട്, പിന്നെ ഏജൻറ്റുമാർ മുഖേന എടുക്കാറുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് എന്താ പറയുക ബുക്ക് സ്റ്റാള്, ബട്ടൺ ഹൗസ് എല്ലായിടത്തു നിന്ന് എടുക്കാറുണ്ട്. ഇന്ന സ്ഥലം ഒന്നുമില്ല കേട്ടോ. നമ്മൾ കിട്ടാത്ത സാധനം തപ്പിത്തരേ ചിലത് ഓൺലൈനിൽ എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റേത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് സാധനങ്ങൾ എടുക്കാറ്. അതുകൊണ്ട് എവിടെ നിന്നാണ് സാധനം എടുക്കുക ചോദിച്ചാൽ അതിന് സെപ്പറേറ്റ് പ്രത്യേകിച്ചൊരു ഉത്തരമില്ല. അത് പല സ്ഥലത്തു നിന്ന് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് സാധനം കിട്ടുന്നത് വെച്ചാൽ അത് അവിടെ നിന്ന് എടുക്കും. പിന്നെ ഓരോരുത്തരും എനിക്ക് ഫോട്ടോസ് കിട്ടുന്നിട്ട് ഇതൊന്ന് എത്തിക്കാൻ പറ്റുമോ ഇത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് എനിക്ക് കുറേ ഏജൻറ്റുമാരുണ്ട്, അതുപോലെ ഓരോരുത്തർ ആയിട്ട് ഞാൻ ഫോട്ടോ വിട്ടു കൊടുക്കും. അത് കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് എത്തിച്ചേരാൻ പറയും. നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ചിലത് നമ്മൾ നാട്ടിൽ നിന്ന് ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. പിന്നെ എന്താ ചെയ്യുക, ഇത്ര കണക്കുണ്ടോയെന്ന്, അതായത് ഇത്ര മിനിമം ചാർജ് ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 50 രൂപയാണ് ഷിപ്പിംഗ് വരുന്നത്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം. പിന്നെ ഞാൻ ഓർഡർ എടുത്താൽ, അതായത് പേയ്മെൻറ്റ് അടച്ചാൽ ആദ്യം 2 ദിവസമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഡിസ്പാച്ച് ചെയ്യും. പക്ഷേ ഇപ്പോൾ 4 ദിവസം അല്ലെങ്കിൽ എന്തായാലും വരും. കാരണം ബീഡ്സാണ്, ബീഡ്സിന് അറിയാലോ, ഓരോ ബീഡ്സും, അതായത് ഇപ്പോൾ ഒരു ബീഡ്സ് തന്നെ 6 ഐറ്റം ഉണ്ട്. ഈ 6 ഐറ്റം 25 ഗ്രാം എടുത്ത് നമ്മൾ അളന്ന് അത് പാക്കറ്റാക്കി എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. പിന്നെ ഒന്നെങ്കിൽ ഞാൻ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ കൊറിയർ വഴി ആയിട്ട് അയക്കാം. പോസ്റ്റ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില പോസ്റ്റ്മാൻമാർ നമ്മൾ കൈ കൊണ്ടുവന്നിട്ടും ചില ആൾക്കാർ വിളിച്ചറിയിക്കുക പോലും ചെയ്യില്ല. അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഏകദേശത്തിൻ്റെ ടൈം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് നോക്കുക. ഓക്കെ. പിന്നെന്താ പറയാൻ കരുതിയത്, കുറേ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ ആൾക്കാർക്ക് ഡൗട്ടുകളുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ബിഗിനേഴ്സ് ഉണ്ടാവും, ഇവർക്ക് ഇതെന്താണെന്നറിയില്ല, അതുപോലെ ഇതെത്ര ക്വാണ്ടിറ്റി വാങ്ങണമെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, ക്യാഷ് ഞങ്ങൾ 1000 അല്ലെങ്കിൽ 500 ഇട്ടര അതിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ അയച്ചിരുന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കുറച്ച് ടൈം എടുക്കും, കാരണം നിങ്ങളെ ബില്ല് ഞാൻ സെറ്റാക്കണം.
സാധാരണ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളും അതുപോലെ അത് എത്ര ഗ്രാമാന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് പെട്ടെന്ന് വിടും. ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനം വേണ്ടത് ഏകദേശം ബിഗിനേഴ്സ് അല്ല, അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ട് അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നൊക്കെ നോക്കിന് ബില്ലിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചിലത് ഞാൻ ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ പാക്കിങ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ കിറ്റിൻ്റെ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ബീഡ്സ് എത്തുമ്പോഴത്തേക്കും മറ്റൊരു ബീഡ്സ് തീർന്നു പോകാമെന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കിറ്റ് ഞാൻ എൻ്റെ ബീഡ്സ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് ചെയ്താൽ തന്നെ ഞാൻ കിറ്റ് ഉടനെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഓർഡർ തരുന്നവർ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കാൻ നിൽക്കേണ്ട. എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ 50 ഗ്രാമാണോ, സെപ്പറേറ്റ് ഓരോന്ന് 50 ഗ്രാമാണെങ്കിൽ അങ്ങനെ, അല്ല മിക്സ് ആക്കിയിട്ട് ടോട്ടൽ മിക്സ് ആക്കിയിട്ട് 50 ഗ്രാമാണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വിടുക. കാരണം എനിക്ക് റെക്കോർഡ് ഫുള്ള് കേൾക്കാൻ ഒഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് എഴുതി വിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബില്ല് ഞാൻ സെറ്റിൽഡ് ആക്കി തരും. അതായത് എഴുതി വിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ബില്ല് അടിച്ചു തരും എത്ര എമൗണ്ട് എന്നുണ്ട്. ഈ റെക്കോർഡാകുമ്പോൾ ഞാൻ കേൾക്കാൻ വൈകും, എനിക്ക് ഒഴിവുപോലെ ഞാൻ കേൾക്കുള്ളൂ. അപ്പോൾ ആ ഒഴിവുപോലെ കേൾക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഡിലേ ആകും. അപ്പോൾ ഇതിന് ഓരോന്ന് സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മൊബൈലിൽ തന്നെ എഴുതണമെന്നില്ല. ഒരു പേപ്പറിൽ ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് എഴുതിയിട്ട് അത് എത്ര ക്വാണ്ടിറ്റി എന്ന് എഴുതി വിട്ടാൽ ഞാൻ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ആക്കിയിട്ട് തരും, ഷിപ്പിംഗ് ചാർജ് അടക്കം. എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് വിടുക, അഡ്രസ്സും കാര്യങ്ങളും വിട്ടുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.